ജീവിത സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 26-ാമത്തെ വചനം. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ വിവിധ നിലയിലുള്ളതായ വിവരണങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ലൂക്കോസ് എന്ന എഴുത്തുകാരനിലൂടെ നമുക്ക് നൽകുകയാണ്. യേശു കർത്താവിന്റെ ക്രൂശമരണത്തിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്ന, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ അതിനോട് വളരെയേറെ ബന്ധമുള്ള ചില ആളുകളെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടായിരുന്ന അവരിലൊരു പ്രമുഖനായ വ്യക്തിയാണ് ശീമോൻ എന്ന് പറയുന്ന ആൾ. നാം വായിക്കുന്നത് ശീമോനെ ക്രൂശ് എടുക്കുവാൻ നിർബന്ധിച്ചു എന്നാണ്. പടയാളികൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ചുമക്കുവാൻ അവനെ നിർബന്ധിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 32-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ക്രൂശ് ചുമക്കുവാൻ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ നിർബന്ധിച്ചു എന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യത്തിൽ അലക്സാണ്ടറിന്റെയും രൂപോസിന്റെയും അപ്പനായ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നതു ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു എന്ന്. എന്നാൽ ലൂക്കോസ് അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 19-ാം അധ്യായത്തിന്റെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശു താൻ തന്നെ ക്രൂശ് ചുമന്നു. അർത്ഥം എത്രയേ ഉള്ളൂ, യേശു ചുമന്ന ക്രൂശിന്റെ ആ ഏറ്റവും അഗ്രം, താഴെയുള്ള അഗ്രം ശീമോൻ പിടിച്ചു എന്നുള്ളതാണ്. അവനതിന് മനസ്സിലായിരുന്നു, പക്ഷേ അവനെ നിർബന്ധിച്ചു. നാം ഈ ഭാഗം പഠിക്കുമ്പോൾ ചില ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, അവൻ വയലിൽ നിന്ന് വരുന്നവനാണ്. വളരെയേറെ പ്രത്യേകതകളുള്ള കൃഷിസ്ഥലമായിരുന്ന സ്ഥലത്ത് നിന്നായിരിക്കാം അവൻ വരുന്നത്. ഒരുപക്ഷെ കൃഷിക്ക് പോയിരിക്കാം, ഇല്ല കൃഷി നോട്ടത്തിന് പോയിരിക്കാം. എനിവേ അവൻ വരുന്നത് വയലിൽ നിന്നാണ്. രണ്ടാമത്തെ കാര്യമാണ് എന്നെ ചിന്തിപ്പിക്കാനിടയായത്, അദ്ദേഹം ഒരു കുറേനക്കാരനാണ്. ഈ കുറേനക്കാരൻ സിറിയൻ എന്ന് പറയുന്ന ഒരു പട്ടണം, അത് ഈജിപ്തിലുള്ള ഒരു പട്ടണമാണ്. ലിബിയയിലുള്ള ഒരു പട്ടണമായിട്ടാണ് വേദപണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അന്യജാതിക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ ക്രൂശ് ചുമന്നത് ഒരു അന്യജാതിക്കാരനാണ്. യേശുവിൻ്റെ ക്രൂശിൻ്റെ അഗ്രം ഒന്ന് താങ്ങിക്കൊടുത്തത് ഒരു അന്യജാതിക്കാരനായ കറുത്ത വർഗത്തിൽപ്പെട്ടവനാണ്. ഇന്ന് ആണ് എന്ന് വരികിൽ എത്ര ആളുകൾ അവനെ അപമാനിക്കുമായിരുന്നു, അവനെ നിന്ദിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ആളുകൾ കറുത്തവരായിട്ടോ വിവിധ ഭാഷയിലോ ജാതിയിലോ ജനിച്ചത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങൾ അവരെ അങ്ങനെ കളിയാക്കുകയാണെങ്കിൽ, അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുന്നില്ലെങ്കിൽ, അവരെ സൃഷ്ടിച്ച ദൈവത്തോടുള്ള ബഹുമാനക്കുറവാണ്. ഒരുപക്ഷെ അവർ താണജാതിയിൽപ്പെട്ടവരായിരിക്കാം. നാം കാണുന്ന വിശ്വാസികൾ പോലും അവർക്ക് നമ്മുടെ അത്രയും പദവിയോ ഗൗരവമോ ഒന്നുമില്ലായിരിക്കാം. പക്ഷേ അവരെയും ദൈവത്തിന് സൃഷ്ടിച്ചതും ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചതുമാണ് എന്നുള്ള മൂല്യം നാം കണക്കാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവർ എവിടെ ജനിക്കണമെന്നും ഏത് അപ്പൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിക്കണമെന്നൊന്നും തീരുമാനിച്ചത് നമ്മളല്ല, അവരുമല്ല. അങ്ങനെയാണെങ്കിൽ താണജാതിയിൽപ്പെട്ട നമ്മളെക്കാളും ഗ്രേഡ് കുറവിലുള്ള ആളുകളെ നാം എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അത് ദൈവത്തോടുള്ള ഏറ്റവും വലിയ തെറ്റാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് അവരെ കുറച്ച് കാണിച്ചാൽ, ഇവിടെ കുറേനക്കാരനാണ്, അവൻ വേറെ ജാതിയാണ്, കറുത്ത വർഗ്ഗക്കാരനാണ്. മൂന്നാമത്, അവന് ആഗ്രഹമേ ഇല്ല യേശുവിൻ്റെ ക്രൂശിലിരുന്ന് പിടിക്കാൻ പോലും. നാം വായിക്കുന്നത് അവനെ നിർബന്ധിച്ചു എന്നാണ്. അവർ അവനെ പിടിച്ചു, പടയാളികൾ അവനെ പിടിച്ചിട്ട് അവനെ നിർബന്ധിക്കുകയാണ്, നീ അവൻ ക്രൂശ് ചുമക്കണം, ഒരു ഭാഗമെങ്കിലും ചുമക്കണം. പ്രിയമുള്ളവരെ, അത് അവൻ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നാം റോമാലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായ ശീമോൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മയുടെ കാര്യം, അലക്സാണ്ടർ രൂഫോസിൻ്റെ അമ്മയുടെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രവർത്തനം മുഖാന്തരം ഒരുപക്ഷെ
ഈ കുറേനക്കാരനായ ശീമോൻ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നത് മുഖാന്തരം ആ കുറേനക്കാരായ കുറേ ആളുകൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 10-ാം വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് കടന്നു വന്നതായിട്ടാണ് നാം വായിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 9-ാം വാക്യത്തിലും സുവിശേഷം പറഞ്ഞു ചെന്ന സ്ഥലത്ത് ആ കുറേനക്കാരായ ആളുകൾ എടുത്തു ചെന്ന് പറഞ്ഞെന്ന് വായിക്കാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ അന്ത്യോക്യ സഭയിലുണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരിൽ ഒരാളായിരുന്ന ലൂക്യോസ്, അദ്ദേഹം കുറേനക്കാരനായ ആളായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ ആ മനുഷ്യൻ ക്രൂശി ചുമന്നതിൻ്റെ ഫലമായി, കർത്താവിനെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് സംഭവിച്ചതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഒരാൾ കർത്താവിനെ അനുഗമിച്ചതിൻ്റെ പേരിൽ, ഒരാൾ കർത്താവിനെ പിൻപറ്റിയതിൻ്റെ പേരിൽ, കർത്താവിൻ്റെ ക്രൂശ് ഒന്ന് താങ്ങിക്കൊടുത്തതിൻ്റെ പേരിൽ ദൈവം ആ തലമുറയെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് വേർപെട്ടവരായ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ സാമ്പത്തികമായ നന്മകൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്, ഭൗമികമായ നന്മകൾ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ പിതാക്കന്മാർ അവർ ഉടുതുണിക്ക് മറുതുണി മാറുവാൻ കഴിവില്ലാതെ ഇരുന്ന ജനമാണ്. എന്നാൽ തലമുറകളെ ദൈവം ആദരിച്ചു. പ്രിയമുള്ളവരെ, ഇതിൻ്റെ എല്ലാം പിമ്പിൽ കർത്താവിനെ സിൻസിയറായിട്ട് സ്നേഹിച്ച പിതാക്കന്മാരുടെ ചരിത്രം നാം മറക്കാൻ പാടില്ല. അവർ വന്ന വഴികൾ നാം മറക്കാൻ പാടില്ല. ഒരു കുറേനക്കാരനായ ശീമോൻ യേശുവിൻ്റെ ക്രൂശ് ഒന്ന് താങ്ങിക്കൊടുത്തപ്പോൾ തലമുറകളെ ആദരിച്ച ദൈവം ഇന്നും ആദരിക്കുവാൻ ശക്തനാണ്. ആകയാൽ ആ ദൈവത്തിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയോട് സ്തോത്രം. ഈ ദിവസം അങ്ങേക്ക് പ്രസാദമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിപ്പാൻ സേവിപ്പാൻ ഇടയാക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ടുന്നവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ സന്നിധിയിലുള്ള നാമത്തിൽ തന്നെ. ആമേൻ.